ജൽജീവൻ മിഷൻ പദ്ധതിക്കായി ജലശുദ്ധീകരണ പ്ലാന്റും ടാങ്കും സ്ഥാപിക്കാൻ കരുളായി പഞ്ചായത്തിൽ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു. മേലെച്ചെട്ടിയിലെ കുട്ടിമലയിൽ 1.5 ഏക്കർ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ കഴിഞ്ഞു. കരുളായി പഞ്ചായത്തിനെ കൂടാതെ അമരമ്പലം, മൂത്തേടം ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ഇവിടെ നിന്നായിരിക്കും. 45 ലക്ഷത്തോളം രൂപയ്ക്കാണ് ഗ്രാമപഞ്ചായത്ത് ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്കായിട്ടുള്ള സ്ഥലമെടുപ്പ് സന്ദർശിക്കാനായിട്ടാണ് ഇന്നിവിടെ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇന്നലെയായിരുന്നു അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിയതായിരുന്നു. ഇപ്പൊ ഇന്നലെയാണ് അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയായത്. നമ്മളെ കരുളായി പഞ്ചായത്ത് മാത്രമല്ല, അതിന് കൂടെ 3 പഞ്ചായത്തുകൾ ഉൾപ്പെട്ടിട്ടാണ് സമഗ്ര കുടിവെള്ള പദ്ധതിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് മൂത്തേടം പഞ്ചായത്ത്, അമരമ്പലം പഞ്ചായത്ത്, കൂടെ ചോക്കാട് പഞ്ചായത്തും കൂടെ. അപ്പൊ ഇതിൽ വരുന്നത് നമുക്ക് വെള്ള ടാങ്കും ജലശുദ്ധീകരണ ശാലയും കൂടിയിട്ടാണ്. ഈ 1.5 ഏക്കർ സ്ഥലമാണ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ. അത് കഴിഞ്ഞ ഭരണസമിതിയിൽ വന്നതായിരുന്നു. പക്ഷെ നമുക്ക് രജിസ്ട്രേഷനൊക്കെ ഇന്നലെയാണ് പൂർത്തിയായത്. മറ്റുള്ള പഞ്ചായത്തുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കരുളായി പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കുട്ടിമലയിലെ ഈ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മളിതിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. സർവേ പ്രകാരം നമ്മൾ ഈ സ്ഥലം തെരഞ്ഞെടുത്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇന്നലെയായിരുന്നു രജിസ്ട്രേഷൻ പൂർത്തിയായി. തുടർ നടപടികളായിട്ട് ഇനി മുന്നോട്ട് പോകും. 2015-20 കാലഘട്ടത്തിലെ ഭരണസമിതിയാണ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രാരംഭഘട്ട നടപടികൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് വന്ന 2020-25 ഭരണസമിതിയാണ് മറ്റെല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചത്. സാങ്കേതിക കാരണത്താൽ ഭൂമി ഏറ്റെടുക്കൽ നീണ്ടുപോവുകയായിരുന്നു. ചാലിയാറിൽ നിന്നും നേരിട്ട് ഇവിടെ എത്തിക്കുന്ന ജലം ശുദ്ധീകരണ പ്ലാന്റിലൂടെ കുടിവെള്ളമാക്കി മാറ്റിയാണ് അതാത് പഞ്ചായത്തുകളിൽ സ്ഥാപിക്കുന്ന വിതരണ ടാങ്കുകളിലേക്ക് എത്തിക്കുക. ജൽജീവൻ മിഷന് പഞ്ചായത്ത് ഭൂമി വിട്ടു നൽകുന്നതോടെ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീജയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. വൈസ് പ്രസിഡന്റ് EK ഉസ്മാൻ, സ്ഥിരം സമിതി അധ്യക്ഷ PP ഖദീജ, മെമ്പർമാരായ PH ആയിഷ, സലീം മുണ്ടോടൻ, M സാജിദ്, NK രഹ്ന എന്നിവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. KL 71 ന്യൂസ്, കരുളായി.